അപ്പുറത്തേക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ബാബാജിക്ക് മുകളിൽ ഒരു എനർജി ഇല്ലേ? പരബ്രഹ്മമുണ്ട്, പരമാത്മാവ്. ദീക്ഷ തുടങ്ങണമെങ്കിൽ ബാബാജി ലൈവ് ക്ലാസ്സിൽ വരണം. ഈ വരുന്ന എല്ലാ കുട്ടികളും എക്സ്പീരിയൻസ് ചെയ്തോളാം. ബാബാജി വന്നതായിട്ട് എനർജി സെൻസ് ചെയ്തോളാം. സെൻസ് ചെയ്തില്ല അവന് ദീക്ഷ ഇല്ല. ഇപ്പൊ ഞാൻ ഒരു കൂട്ടം ശിഷ്യന്മാരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ ഇംപ്രിന്റ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അത് എത്ര കാലം കഴിഞ്ഞാലും ആ ഇംപ്രിന്റ് അവിടെ ഉണ്ടാവും. ഒരു ക്രിയായോഗി അപ്പോൾ ചെയ്യുന്നത് ഭൂമിയെ ശുദ്ധീകരിക്കുകയാണ്. നമ്മളും പ്രപഞ്ചവും, പ്രപഞ്ചത്തിലെ ഓരോ ജീവാണുവിനെയും നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട്. എപ്പോഴും ആസ്ട്രൽ പ്രസൻസ് വരും, സ്മരിക്കുമ്പോൾ വരും ആസ്ട്രൽ പ്രസൻസ്. ബാബാജി മരിക്കാത്തതിന്റെ ഒരു രഹസ്യം എന്താണ്? ബാബാജി മരിക്കാത്തത് വെച്ചാൽ ഒരിക്കൽ ദശോശ്വമേധ ഘാട്ട് എന്നും പറഞ്ഞിട്ട് കാശിയിലൊരു ഘാട്ടുണ്ട്. മെയിൻ ഘാട്ടാണ്. അവിടെയാണ് ഈ ആരതി കിടക്കുന്നത്. കാശിയിലെ മെയിൻ ആരതി 2-3 സ്ഥലത്തുണ്ട്. അറയിൽ ഘാട്ടിലൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ ദശോശ്വമേധ ഘാട്ടാണ് ഏറ്റവും ടോപ്പ്. അപ്പൊ അവിടെ ഒരു ഞാൻ കഴിഞ്ഞാണ് പറഞ്ഞ മാതിരി കുറെ എനർജി പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഘാട്ടില്. ദശോശ്വതമാട്ട് ഘാട്ടില് ഒരിക്കൽ ബാബാജി ഇവിടുന്ന് പോവാൻ വേണ്ടി പോയതാ. അവിടെ വന്നിരുന്ന് ധ്യാനിച്ച് ഇവിടുന്ന് ബോഡി വിടാൻ പോയതാണ് സമാധിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ സിസ്റ്ററും മാതാജിയും പിന്നെ ലാഹിരി, യുക്തേശ്വർ ഇവരെല്ലാവരും വന്നേച്ചും ചോദിച്ചു, എന്തിനാണ് ബോഡി വിടറേന്ന് ചോദിച്ചു. ബോഡി വിട്ടതിന് പർപ്പസ് വേണ്ടേ? മോക്ഷം. അപ്പൊ അവിടെ ഇരുന്നാലും ഇവരെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് വരികയാണ് വേണം. അപ്പൊ ഇവിടെ ഇരുന്നാൽ പോരെ, അതിനും വേദന. അവിടെ ഇരിക്കുന്ന വ്യത്യാസം. അതുകൊണ്ട് ഇപ്പൊ ഈ കലിയുഗത്തില് പുള്ളിയുടെ റോളാണ് ശരിക്കും കൺട്രോൾ ചെയ്യാനായിട്ട്. ശരിക്കും നമ്മൾ ചെന്നുമ്പോ ഇപ്പൊ ബാബാജി കേവി പോയാലും അല്ലെങ്കിൽ പറങ്കിപ്പേട്ട പോയാലും അദ്ദേഹം ഉണ്ടാവും, സിസ്റ്റർ ഉണ്ടാവും, യുക്തേശ്വർ ഉണ്ടാവും, ലാഹിരി ഉണ്ടാവും, ജീസസ് ക്രൈസ്റ്റ് ഉണ്ടാവും, കൃഷ്ണൻ ഉണ്ടാവും. ഇത്രയും പേര് പുള്ളിയുടെ സറൗണ്ടിങ്സിലുണ്ടാവും. അവരാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നത്. പക്ഷെ ഞാൻ സംശയം നോക്കട്ടെ, നമ്മുടെ മോക്ഷമാണ് എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു മോക്ഷത്തിലേക്ക് ബാബാജി ബാക്കിയുള്ള ആളുകളെ നയിക്കുന്നു. പക്ഷെ ബാബാജി മാത്രം ആ മോക്ഷത്തിലേക്ക് പോകുന്നില്ല. സമയാവുമ്പോ പോവും. ബാബാജിക്കും അപ്പുറത്തേക്ക് ഒരു ദൈവിക ചൈതന്യമുണ്ടോ? അമ്മേ, എന്താ സാധിക്കാത്തത് അദ്ദേഹത്തിന്? അതാ പറഞ്ഞേ, ഈ കലിയുഗത്തിൽ കൺട്രോളിങ് അവരല്ല. ഇത് ആരെങ്കിലും ഒരാൾ വേണ്ട ഇത് കൺട്രോൾ. അതിനപ്പുറത്തേക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ബാബാജിക്ക് മുകളിൽ ഒരു എനർജി ഇല്ലേ? പരബ്രഹ്മമുണ്ട്, പരമാത്മാവ്. ഫിസിക്കൽ വേൾഡിൽ ആരെങ്കിലും വേണ്ടേ? ഇപ്പൊ ഞാനൊരു 8-9 പ്രാവശ്യം ബാബാജി ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് ഫിസിക്കൽ പ്രസൻസിൽ ദർശനം കിട്ടിയിട്ടുണ്ട്. 8-9 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്തായിട്ട്. ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ അടുത്ത് വരും. അപ്പൊ അങ്ങനെ ദർശനം കിട്ടാൻ ആരെങ്കിലും വേണ്ടേ? ഇപ്പൊ നമ്മളെല്ലാം സൂക്ഷ്മത്തിൽ കിട്ടിയ ഇത് കൺഫേം ആക്കണം എങ്ങനെയാ? ഇത് അദ്ദേഹമാണെന്ന് സൂക്ഷ്മത്തിലെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ദീക്ഷ തുടങ്ങണമെങ്കിൽ ബാബാജി ലൈവ് ക്ലാസ്സിൽ വരണം. ഈ വരുന്ന എല്ലാ കുട്ടികളും എക്സ്പീരിയൻസ് ചെയ്തോളാം. ബാബാജി വന്നതായിട്ട് എനർജി സെൻസ് ചെയ്തോളാം. സെൻസ് ചെയ്തില്ല അവന് ദീക്ഷ ഇല്ല. മനസ്സിലായോ? ബാബാജിയുടെ എനർജി സെൻസ് ചെയ്യാത്ത ആർക്കും അങ്ങ് ദീക്ഷ കൊടുക്കൂല. അല്ലെങ്കിൽ അത് നോക്കും, എന്താ അവന് കുഴപ്പമെന്ന് നോക്കും. ഈ പരമ്പരപ്പെട്ട ആളാണ്, എന്നിട്ട് അവന് ദീക്ഷ കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇവരെ കൈമയൊക്കെ കറച്ച് നെഗറ്റീവ്സ് കയറിയിട്ടുണ്ടാവും. ഇപ്പൊ ഈ വന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കയറി അങ്ങനെയൊക്കെ പിടിച്ചു വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതൊന്ന് ക്ലിൻസ് ചെയ്ത് കൊടുക്കും. അത് ക്ലിൻസ് ചെയ്ത് കഴിയുമ്പോൾ സംഭവം സെൻസ് ചെയ്യും. അതും എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ നോക്കും. ഈ പരമ്പരപ്പെട്ട തന്നെ ബാബാജിയുടെ പ്രസൻസിൽ നമ്മൾ നോക്കും, നമ്മൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണെന്നുണ്ടെങ്കിൽ. അപ്പൊ എന്നിട്ടും അവൻ അല്ലാന്നുണ്ടെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കും, ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു കൊടുക്കും, ദീക്ഷ കൊടുക്കില്ല. അപ്പൊ എപ്പോഴും ആസ്ട്രൽ പ്രസൻസ് വരും, സ്മരിക്കുമ്പോൾ വരും ആസ്ട്രൽ പ്രസൻസ്. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ക്രിയായോഗികൾ, ഇപ്പൊ അങ്ങ് പറഞ്ഞു ഇത്രയും ആളുകൾ ബാബാജിയുടെ കൂടെ വരുമെന്ന്, അവരെന്തുകൊണ്ടാണ് മോക്ഷത്തിലേക്ക് പോകാത്തത്? ഇതെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ 7-14 ലോകത്തിന്റെ ഇത് സ്റ്റോറി വീണ്ടും പറയണം. അല്ല, ജസ്റ്റ് അതെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബ്രഹ്മത്തിൽ ലയിക്കും. വലിയ വലിയ യോഗീശ്വരന്മാര് അതിന്റെ ഒരു ഇംപ്രിന്റ് വന്നിട്ട് സൂക്ഷ്മലോകത്ത് വന്ന് നോക്കും. നമ്മൾ സൂക്ഷ്മലോകത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ, സ്വർഗം കഴിഞ്ഞിട്ട് സൂക്ഷ്മലോകം വരണം. ഈ സൂക്ഷ്മലോകത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ യോഗീശ്വരന്മാരെ ധ്യാനിക്കുന്ന കാണാൻ പറ്റും.
എല്ലാവരും അവിടെ ലൈവാ. അപ്പൊ ആർക്കൊക്കെ ശിഷ്യന്മാരുണ്ടാവും, ശിഷ്യന്മാര് ശങ്കരാചാര്യര്, ആദ്യ ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർ പരമ്പര ഇഷ്ടം പോലെ ഇവിടെ. അപ്പൊ ഇവര് സ്മരിക്കുമ്പോ ശങ്കരാചാര്യര് അവർക്ക് ഇത് കൊടുക്കണ്ടേ, വേണ്ടേ? അപ്പൊ അതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഇംപ്രിന്റ് അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എല്ലാവരുടെ ഇംപ്രിൻസ് അവിടെ ഉണ്ട്. ഈ നമ്മൾ ലയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു വ്യക്തി ലയിക്കും, പിന്നെ ഇംപ്രിന്റ് ഇങ്ങോട്ട് വരില്ല, അത് അവിടെ തീർന്നു അതിന്റെ. പക്ഷെ എന്നാലും ഈ ലയിച്ച സ്ഥലത്തും ഇവരൊരു ഇംപ്രിന്റ് ഉണ്ടാവും അവിടെ. ഇതിപ്പോ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് അറിയില്ല, ഞാൻ എന്റെ അമ്മേനെ ലയിപ്പിച്ചതാണ് കഥ പറഞ്ഞതാ. അച്ഛന്റെ കാര്യം പറഞ്ഞു, അച്ഛന്റെ പറഞ്ഞു, അമ്മേനെ വിളിച്ചു വരുത്തിയ കാര്യം. അപ്പൊ ആ ഇംപ്രിന്റ് വന്നില്ലേ തിരിച്ചിങ്ങോട്ട്, ലയിച്ചു പോയ ആളുടെ, അത് എവിടെയെങ്കിലും സംഭവിക്കുമോ? അപ്പൊ എല്ലാത്തിന്റെ ഇംപ്രിൻസ് ഉണ്ട് നമ്മുടെ അടുത്ത യുഗത്തിൽ നമുക്ക് വന്ന് തിരിച്ച് ഇതേമാതിരിയാണ് ഈ സൈക്കിൾ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യണ്ടേ. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും വരാം. അപ്പൊ അതിന് മെർജിങ് നടന്നു, പക്ഷെ എന്നാലും ഇംപ്രിൻസ് ഉണ്ടാവും. യോഗീശ്വരന്മാർക്ക് മാത്രമാണ്, ശിഷ്യന്മാരുള്ളവരാണ് ഈ സൂക്ഷ്മത്തിൽ ഇവിടെ വന്നിരിക്കുക, സൂക്ഷ്മ ലോകത്ത് വന്നിരിക്കുക, കൺട്രോളിങ്. അതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ ഒരു കൂട്ടം ശിഷ്യന്മാരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ ഇംപ്രിന്റ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അത് എത്ര കാലം കഴിഞ്ഞാലും ആ ഇംപ്രിന്റ് ഉണ്ടാവും. ഇപ്പൊ അതേ പറഞ്ഞ നമ്മുടെ കുട്ടികൾക്ക് മിക്കവർക്കും നമ്മുടെ പ്രസൻസ് കിട്ടും. ധ്യാനത്തിലിരിക്കുമ്പോ ആസ്ട്രോ ബോഡി വന്ന സൈഡിൽ ഇരിക്കുന്ന ഫീൽ കിട്ടും. എനിക്കും ബാബാജിയുടെ കിട്ടും. അങ്ങ് ആ സമയത്ത് അത് സെൻസ് ചെയ്യും? ഇല്ല, അതായത് അവര് എനർജി ഓവർ വലിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ നമ്മൾ ഇത് മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവര് ധ്യാനിക്കുമ്പോൾ നമ്മളെ പ്രസൻസ് വേണമെന്നല്ലേ പറയുന്നുള്ളൂ. അത് അവിടെ ഇരുന്നോട്ടെ, അവരൊപ്പം ഇരുന്നോട്ടെ. അപ്പൊ എനർജി എങ്ങനെയാണ് വലിക്കുന്നത് അതിൽ നിന്നും? അയ്യോ, അതറിയാൻ പറ്റും. ഇപ്പൊ അവര് നമ്മളെ സ്മരിച്ചുകൊണ്ട്, ഇപ്പൊ നമ്മൾ ഒരു പ്രോബ്ലത്തിൽ പെട്ടുന്നിരിക്കുക, എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പൊ നമ്മളെ സ്മരിച്ചു കഴിഞ്ഞാൽ അവിടെ അപ്പൊ സ്മരണ വരും, അവിടെ വരും. അപ്പൊ എനർജി അവിടെ നിന്ന് അവര് രക്ഷപ്പെടണമല്ലോ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സ്മരിച്ചേക്കണത്. അപ്പൊ നമ്മളവിടെ ചെല്ലുമല്ലേ, അപ്പൊ നമ്മുടെ ഊർജം അങ്ങോട്ടേക്ക് ട്രാൻസ്ഫറിങ് വരും. അങ്ങനെ അവര് ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ അവർക്കത് കൊടുത്തേക്കണം എന്തിനാണെന്നറിയോ? അവരടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ. പരീക്ഷണമാണ്. നിങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രസൻസും കിട്ടില്ല. നമ്മളൊക്കെ എത്ര അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പണ്ട് കാലത്തൊക്കെ നമുക്ക് ദേവീദേവന്മാരുടെയൊക്കെ പ്രസൻസ് വരും. നമുക്ക് എവിടെയെങ്കിലും ഒരാളുടെ പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഗുരുക്കന്മാർ ആരെങ്കിലും വിളിച്ചിട്ട് നമുക്ക് പരിപാടിപ്പിക്കാം. പക്ഷെ നമ്മളൊരു ട്രാപ്പിലാക്കി വെച്ചും ഇവർ മാറിക്കും. ഒരു ഏരിയയൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ നമുക്കിപ്പോ ശരിക്കും കോസ്മിക് എനർജി കിട്ടും, ലൈവ് കിട്ടും. പക്ഷെ ഈ സിറ്റുവേഷനിൽ നമുക്ക് അതും കിട്ടില്ല. അവിടെ ബ്ലാങ്ക്, വെറും ഡാർക്ക് എനർജി വല്ല കാണിച്ചു തരും മുകളില്, ആരെയും കിട്ടില്ല. അപ്പൊ മനസ്സിലായി പെട്ടു. പിന്നെ നമ്മൾ തന്നെ ഇരുന്ന് ധ്യാനിച്ച് 1 2 ദിവസം നമ്മൾ അനുഭവിക്കേണ്ടി വരും. 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ അതിൽ നിന്ന് കയറി വരും. നമ്മൾ പവർ കൂട്ടണം. നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് വരുന്നതാ. പക്ഷെ ആ സമയത്ത് നമ്മളെ സ്മരിച്ച് ആ സാധനം പ്രോത്സാഹം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ അതിനും വലിയ പരീക്ഷണം വരും. ഈ ട്രാപ്പിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു, പക്ഷെ അടുത്ത ട്രാപ്പിൽ കയറി പിടിക്കും. അപ്പൊ അതുകൊണ്ട് കുട്ടികളോട് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും. പിന്നെ 2, ആ സമയത്ത് ഞാൻ അനുഭവിക്കണം. ഈ 2 ദിവസം ഞാൻ മനസ്സാവാച കർമ്മണം ഒന്നും അറിയാത്ത ആളല്ലേ, ഞാൻ അനുഭവിച്ചില്ലേ. ഇതിന് പകരം അവർക്ക് ഗുരു കടം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, ഗുരുക്കന്മാരുടെ ഒരു കടം. അത് അവരനുഭവിച്ച് തീർക്കണം. അതിനുവേണ്ടി ചിലപ്പോൾ കൂടുതലും മേടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ജന്മം കൂടി എടുക്കേണ്ടി വരും. ഈ മോക്ഷത്തിന് പോകേണ്ട ആൾക്കാർ ഒരു ജന്മം കൂടി എടുത്തിട്ട് വേണം, ഇത് തീർത്തിട്ട് വേണം അവന്റെ അടുത്ത ജന്മം എടുക്കാൻ. അപ്പൊ ഗുരുക്കടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങളെ ഗുരുകുടത്തിലേക്ക് പോകരുത്. അത് നിങ്ങൾക്ക് തന്നെ ദോഷം വരുള്ളൂ. കാരണം എന്തിനാ നിങ്ങൾ അനുഭവിക്കേണ്ട സാധനം ഗുരുക്കന്മാർക്ക് തരണേ? എന്തിനാ? ശിഷ്യനെ സംരക്ഷണ ബാധ്യത. അതുകൊണ്ട് സംരക്ഷണം കൊടുക്കല്ല, നമ്മള് ഗുരുക്കന്മാര് ശിഷ്യന്മാരെ ഡയറക്റ്റ് ചെയ്യുക റൈറ്റ് വേയിലേക്ക്. നിങ്ങൾ എവിടെ റോങ് വേ പോയോ അപ്പൊ നമ്മൾ കൊടുക്കും, ഇൻഫർമേഷൻ കൊടുക്കും. മോൻ പോകുന്നത് തെറ്റാണ്, നിങ്ങൾ മിക്കവാറും പറ്റണം മായപ്പെടുകയാണ്. മീൻസ് പറയും, ധ്യാനത്തിൽ എനിക്ക് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടിയ അനുഭവങ്ങൾ പറയും. ഈ അനുഭവം കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത് കറക്റ്റ് ആണോ ഇല്ല എന്നുള്ളത്. അത് നമ്മൾ ക്ലാസ്സിൽ പറയിപ്പിക്കും. ക്ലാസ്സിൽ പറയിപ്പിക്കുമ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും സെൻസ് ചെയ്യാൻ പറ്റും, ഇവൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പറയണെന്നുള്ളത്. അപ്പൊ അങ്ങനെ സെൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്ത് അത് അവർക്ക് പ്രൊമോഷൻ കിട്ടാനല്ലേ, അവർക്ക് മനസ്സിലാകാനല്ലേ. അപ്പൊ നമ്മള് അവരെ ഡയറക്റ്റ് ചെയ്യാനേ പാടുള്ളൂ. ഒരിക്കലും അവര് അങ്ങനെ നോക്കിയാൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുക്കന്മാര് ഒരു ദൃഷ്ടി നോക്കിയാൽ മതി, നിങ്ങളുടെ കർമ്മം മുഴുവൻ കത്തിത്തീരും. ഇന്നത്തെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങള് ഡെഡ് ബോഡി ആയിട്ട് മീൻസ് സ്ട്രക്ചറിൽ പോകേണ്ടി വരും ആശുപത്രിയിലേക്ക്. അപ്പൊ ഈ ജന്മത്തിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന
പരബ്രഹ്മത്തിൽ ലയിക്കേണ്ടിരുന്ന അവസരം നമ്മൾ നഷ്ടപ്പെടുത്തും. എന്നിട്ട് ഈ ഗുരുകടം കാരണം നമ്മൾ വീണ്ടും പുനർജനിച്ച് ആ ഗുരുകടം വീണ്ടും അവിടെ ഒരു ഗുരുവിനെ നമുക്ക് വേണ്ടേ? അത് വരും, തന്നെ വരും. നിങ്ങളിപ്പോ ഒരു സ്റ്റേജിൽ എത്തിയില്ലേ, അവിടെയും ചിലപ്പോൾ ഇതേ കൂട്ടി പറ്റിപ്പോയി വീണ്ടും ജന്മം എടുത്തോണ്ടിരിക്കുക. അതിങ്ങനെ എടുത്തോണ്ടിരിക്കും. ഇത് നമ്മളെങ്ങനെ തിരിച്ചറിയും ഇത് ഗുരുകടമാണ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് എന്ന്? അത് ഗുരുകടം എന്ന് പറയില്ല. നമ്മള് നാഡി ജോത്സ്യം നോക്കാൻ പോയിണ്ട്. ഇല്ല. നാഡി ജോത്സ്യം നോക്കാൻ പോകുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും, കഴിഞ്ഞ ജന്മത്തില് നീ ആ ഗുരുവിന്റെ മോളെ അടിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ഗുരുവിന്റെ ഇന്ന സംഭവിച്ചു എന്ന് വ്യക്തമായിട്ട് പറയും. മിക്കവർക്കും പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ. അതുകൊണ്ടാണ് താന്ന് ജനിക്കുന്നത്. ആ സ്റ്റേജിൽ എത്തിയിട്ടും ചിലര് ബ്രാഹ്മണനായിട്ട് ജനിച്ചു, കഴിഞ്ഞ ജന്മത്തില് കർമ്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നു, പക്ഷെ ഈ ജന്മത്തില് അവൻ മറ്റുള്ള ജാതിയായിട്ട് ജനിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വരുന്നുണ്ട്, ക്രിസ്ത്യാനി കുട്ടികൾ വരുന്നുണ്ട്. ഈ നാഡി ജ്യോതിഷത്തിൽ പറയുന്നതൊക്കെ യാഥാർത്ഥ്യം. കുറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻസ് അനുസരിച്ചിരിക്കും. അവർക്ക് ഈ കോഡ് ഭാഷയിലാണ് ഈ സാധനം എഴുതി വെച്ചത്. ഷോർട്ട് ഹാൻഡ് നമ്മൾ പഠിക്കൂലേ, ഷോർട്ട് ഹാൻഡ് ടൈപ്പ് റൈറ്റിംഗിൽ ഇതേമാതിരിയാണ് അതിനകത്ത് കിടക്കുന്നത്. അത് എൻലാർജ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡും നിങ്ങളുടെ ടൈമും നന്നായിരിക്കണം. ചെല്ലുന്ന ആളുടെ നിങ്ങൾക്ക് ഇതിപ്പോ അറിയേണ്ട സമയമായെങ്കിൽ ഇവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. കറക്റ്റ് ആയിരിക്കും, പക്കയായിരിക്കും. അതല്ല നിങ്ങളുടെ സമയം ശരിയായിട്ടില്ല, മോശമാണ്, നിങ്ങൾ രക്ഷപ്പെടേണ്ട സമയം ആയിട്ടില്ലെങ്കിൽ ഇതൊന്നും ശോഭാവില്ല. അവരെ കൊണ്ട് അതാണ് ഞങ്ങൾക്കും പറ്റുന്നത്. ഇപ്പൊ ചിലവര് വന്നിട്ട് അവരെ നമുക്ക് കാണാൻ പറ്റും ചിലത്, പക്ഷെ മിണ്ടരുത്, പറയാൻ സമ്മതിക്കില്ല. അങ്ങനെ അവർക്ക് ഇപ്പൊ ശരിയാവേണ്ട സമയം ആയിട്ടില്ല. അപ്പൊ നമ്മൾ പറയാൻ പാടില്ല. അത് പ്രകൃതി നിയമത്തിന് നമ്മൾ എതിരായിട്ട് പ്രവർത്തിക്കുന്നേ. അങ്ങനെ പ്രവർത്തിച്ചാൽ അതിന്റെ കർമ്മം ഞാൻ പോയിച്ചോളാം, എനിക്ക് കിട്ടും. വീണ്ടും പരബ്രഹ്മത്തിൽ കിട്ടൂല. നമ്മൾക്കും മിസ്റ്റേക്ക് വന്നാൽ നമ്മളും ഇവിടെ കിട്ടും. ബ്രഹ്മരേന്ദ്രൻ തുറന്നിരുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും സിദ്ധി പോവാം, ഈ കിട്ടിയ സാധനം പോവാം. നമ്മളും പക്കയായിട്ട് നടന്നോളാം. മായനെ എപ്പോഴും സൂക്ഷിച്ച് നടക്കണം. മായപ്പെട്ടു പോയാൽ പോയി. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ശിഷ്യന്മാർ കൂടുകയും അപ്പൊ ഭൗതികമായ കുറച്ച് ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ ലോകത്തിലേക്ക്, അതാണ് എന്നെ കൊണ്ട് 5 പൈസ ഓടിക്കാൻ സമ്മതിക്കാത്തത്. നമ്മൾ വേറെ പ്രൊജക്ട് ചെയ്തു, അത് പൊളിച്ചളഞ്ഞു. ഒരു ആശ്രമ സെറ്റപ്പ് ചെയ്യാൻ നോക്കി, ഒരു സ്പിരിച്വൽ പാർക്ക് ഉണ്ടാക്കാൻ വരെ നോക്കി. ഞങ്ങള് ഗുഹകൾ 14 ഗുഹ വെച്ചിട്ട് സ്പിരിച്വൽ പാർക്ക് ഉണ്ടാകാൻ നോക്കി. ഒരു 5-8 ലക്ഷം രൂപ പൊടിച്ചു. അവിടെ കൊണ്ടുപോയി പൊട്ടിപ്പൊളിസായി. കാരണം വെച്ച് കഴിഞ്ഞാൽ സമയമായിട്ടില്ല. എൻ്റെ അങ്ങനെയൊന്നും ഒതുങ്ങി കിടക്കേണ്ട സമയമായിട്ടില്ല. നമുക്ക് വേറെ പ്രോസസ്സ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റിനനുസരിച്ച് നമുക്ക് ദീക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രൊജക്റ്റ്. പിന്നെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ. നമ്മൾ ഓരോ കുട്ടീനെ ഉണ്ടാക്കുന്നത് ഒരു അമ്പലമായിട്ടാണ്. ഒരു അമ്പലത്തിൽ എന്ത് സംഭവിക്കുന്നത്, അതിന്റെ ചുറ്റുപാടും എനർജി ഉണ്ടാവും. നമ്മുടെ കുട്ടികളും ഓരോ സ്ഥലത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അവന്റെ സറൗണ്ടിങ് ഓറ എൻലാർജ് ചെയ്ത് അവന്റെ സറൗണ്ടിങ്സ് അവൻ ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ പ്രപഞ്ചത്തിലെ ഭൂമിനെ ശുദ്ധീകരിക്കും. ഒരു ക്രിയായോഗി അപ്പോൾ ചെയ്യുന്നത് ഭൂമിയെ ശുദ്ധീകരിക്കുകയാണ്. നമ്മളും പ്രപഞ്ചവും, പ്രപഞ്ചത്തിലെ ഓരോ അണുവും ഓരോ ജീവാണുവിനെയും നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കണ വെറുതെ കണ്ണടച്ചിരിക്കുകയെന്ന്. ഈ ഹിമാലയൻ യോഗീസം ചെയ്യുന്നത് തന്നെയാണ്. കണ്ണടച്ചിരിക്കുന്നുണ്ടെങ്കിലും അവരവിടെ കണ്ണടച്ചിരിക്കുന്നവരാണ് നമ്മളോട് മര്യാദയ്ക്ക് ജീവിക്കുന്നത്. അല്ലെങ്കിൽ കലിയുഗത്തിൽ ഇതൊന്നുമല്ല. പ്രകൃതി ഭയങ്കര ക്ഷോഭം വരും. നമ്മള് ആ പ്രകൃതിക്ക്, പഞ്ചഭൂതങ്ങളിലേക്ക് എത്രയോ എനർജി ചെയ്യുന്നറിയോ. അവരെയും നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ പ്രൊട്ടക്ഷൻ തിരിച്ചവർ നമുക്കും തരും. ഈ പ്രകൃതി ക്ഷോഭങ്ങളും നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. മൃഗങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? അത് നമ്മുടെ കുഴപ്പമൊന്ന് അല്ല. കാണാൻ പറ്റും, അറിയാൻ പറ്റും. 2 ദിവസം മുമ്പേ സെൻസ് വരും. അപ്പൊ എന്ത് ചെയ്യും? അതായത് നമ്മൾ അടുത്ത് നിൽക്കുന്ന സ്ഥലത്താണ് വരുന്നതെങ്കിൽ അങ്ങ് എന്ത് ചെയ്യും? അത് നമുക്ക് അപ്പൊ നിർദ്ദേശം വരും. ഇപ്പൊ കഴിഞ്ഞ ഇത് വന്നു, പ്രളയം വന്നു. നമ്മളോട് പറഞ്ഞേക്കണം മിണ്ടരുതെന്ന് പറഞ്ഞേക്കണം. ചില സാധനങ്ങൾ വന്നത് ചില ഭൂമിനെ ശുദ്ധിയാക്കാൻ വേണ്ടി പല പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്തൊന്നും അവിടെ ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾ അത് പോണ്ട ആൾക്കാരാണെന്ന്. ആ സമയത്ത് അത്രയും ആത്മാക്കൾ പോണ്ട സമയമായി. ഇതൊരു നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കുമ്പോ, ഫിസിക്കലി നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊക്കെ ഭൗതികമായിട്ട് നോക്കുമ്പോൾ തെറ്റാണ്. പക്ഷെ ഭൂമിയുടെ, പ്രപഞ്ചത്തിന്റെ ആ അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കണം. അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. അവര് മരിക്കുന്നുണ്ടാവും. ഇപ്പൊ കുംഭമേളയില് അവിടെ കുറച്ചുപേര് മരിച്ചില്ല അന്ന്, ഒരു ഒറ്റ സിറ്റുവേഷൻ മാത്രം. അല്ലാണ്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല.
അത് മനഃപൂർവ്വം അവിടെ ചെയ്തതാണ്, ജാമാക്കിയതാണ്. രണ്ട് സൈഡിൽ നിന്നും വന്ന ആൾക്കാർ വന്ന് തിക്കി ഞെരിച്ച് അവരെ ഇത് ചെയ്തതാ, മനഃപൂർവ്വം അത് ചീത്തയാക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവിടുത്തെ അറിയാൻ പാടിട്ടോ മുൻകൂട്ടി, അവർക്കറിയാം, മുൻകൂട്ടി അറിയാം. കാരണം അവിടെ ഓരോ കുടിലും യാഗം നടക്കാണ്, എത്ര ദിവസമായിട്ട് കണ്ടിന്യൂസ് യാഗമാണ് യാഗശാലയിൽ, എല്ലാവരേക്കും ഹോമം കൊണ്ടുണ്ട്. അപ്പൊ ഇത്രയും എനർജി ഇങ്ങനെ കടന്ന് കളിക്കുമ്പോ ചിലപ്പോ നരബലിയ ചിലപ്പോ അതിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും. അതൊരു നരബലിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും യോഗീശ്വരന്മാർക്ക് ഇതൊക്കെ മുൻകൂട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അത് പറഞ്ഞുതരാം, ബാബാജി ഇവിടുന്ന് ട്രിപ്പ് തുടങ്ങണപ്പോ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, ഷാർപ്പ് 3 മണിക്ക് നീ അവിടെ ഘാട്ടി പോയി സ്നാനം ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. 3 മണിക്ക് ഞങ്ങൾ തലേദിവസം അവിടെ എത്തി. പക്ഷെ 25 കിലോമീറ്റർ റേഡിയസിന്റെ ഉള്ളിൽ ഞങ്ങൾ 8-9 മണിക്കൂർ കിടന്ന് ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരുന്നു. എന്റെ അകത്തേക്ക് കയറില്ല, ബ്ലോക്ക് കിട്ടും, നമ്മുടെ വണ്ടിനകത്ത് കിട്ടില്ല. കറക്റ്റ് 2:15 2:30 2:15 ഞങ്ങളെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന ആൾക്കാർക്കാണ്, ബസ് ഗ്രൗണ്ടിൽ ഒരു മനുഷ്യനും ഇല്ല സൈഡ് ഏരിയയിൽ. എന്തോ വിജനമായ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയേക്കാണ് വെളുപ്പിന്. പിറ്റേ ദിവസം മൗനി അമാവാസിയാണേ, ഏറ്റവും പീക്ക് ഡേ ആണ്. ഞങ്ങൾ ഏതോ അജാനം ഗ്രൗണ്ടിൽ പോയി കിടക്കണേ. കറക്റ്റ് ഓട്ടോറിക്ഷ വരാണ് അവിടെ. ഓട്ടോറിക്ഷ വന്ന് 2:45 ഞങ്ങൾ കറക്റ്റ് അവര് ഘാട്ടിൽ കൊന്ന് ഇറക്കി. 2:30 അവിടെ നിന്ന് നടന്ന് ഈ റെയിൽ ഘാട്ടിലെത്തി, മെയിൻ ഘാട്ടിൽ VIP ഘാട്ടിന്റെ അവിടെ എത്തി. 2:45 കറക്റ്റ് 2:45 ഞങ്ങൾ എത്തി. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി, ഒരു അഗാഡയായിട്ട് നിങ്ങൾ പോകരുത്, നേരെ ഘാട്ടിൽ പോയിക്കൊള്ളൂ. 3 മണിക്ക് നിങ്ങൾ സ്നാനം ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. ആ 3 മണിക്ക് ഞങ്ങൾ മുങ്ങി. 3:15 വരെ ഞങ്ങള് അവിടെ ഗംഗയിലും നല്ല തണുപ്പാന്ന് വിചാരിക്കണം. 3:15 വരെ ഞങ്ങൾ ആ വെള്ളത്തിൽ നിന്നു. എല്ലാവരും മുക്കി. എല്ലാ ഗംഗ യമുന സരസ്വതി ലൈവായിട്ട് കാണിച്ചു കൊടുത്തു. മിക്കവർക്ക്, കുറെ പേർക്കൊക്കെ കിട്ടി, കുറെയൊക്കെ എനർജി സെൻസ് ചെയ്തു. അങ്ങനെ അവരെയും കണ്ട് ഞങ്ങൾ അവിടെ ബാബാജി ഉണ്ടായിരുന്നു, കുറെ സൂക്ഷ്മത്തില് അഗസ്ത്യരുണ്ടായിരുന്നു, കുറെ പേര് വന്നിരുന്നു. അവരെല്ലാം കാണിച്ച് നമ്മൾ തിരിച്ച് കയറി ഘാട്ട് അടച്ചു. അപ്പോഴേക്കും അവിടെ മരണം നടന്നു. അപ്പൊ മുൻകൂട്ടി പറഞ്ഞുകൊണ്ടല്ലേ കറക്റ്റ് ഞങ്ങള് അഗാഡയായിട്ട് ലിങ്ക് ചെയ്തു പോയ അഗാഡകൾക്ക് എല്ലാവരും തീരുമാനം കൊടുത്തു, ഇവര് മുങ്ങി മരിച്ചു കാരണം അന്ന് സ്നാനം വേണ്ട. ഇത് 144 വർഷത്തെ ദിവസമാണത്, മൗനി അമാവാസ്യ. അന്ന് ഞങ്ങൾ കറക്റ്റ് 3 മണിക്ക് ഞങ്ങൾ ഇത് ചെയ്തു. ഇത് ബാബാജി അറിഞ്ഞില്ലേ മുൻകൂട്ടി? അപ്പൊ ഇതെല്ലാം അറിയാ. പക്ഷെ അവിടെ എന്തോ ഒരു നരബലിക്ക് അവിടെ ആവശ്യമാണ്. കാരണം അത്രയും പേരുടെ പ്യൂരിഫിക്കേഷൻ നടക്കണം അവിടെ. ഒരു ഹൈ പോസിറ്റിവിറ്റി ഉണ്ടാക്കുമ്പോൾ നെഗറ്റിവിറ്റിയും അതിന് ന്യൂട്രലൈസ് ചെയ്യണം. ആ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ മിണ്ടാണ്ടിരുന്നത്. അല്ലെങ്കിൽ അവരൊക്കെ നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരിക്കും, എല്ലാം അറിയാൻ പറ്റൂലേ. അപ്പൊ അത്രയും പേര് അവിടെ മരണപ്പെടേണ്ട ഒരു ഇതാണ്.